അടിപൊളിയായിരുന്നു ബ്രോ. ഇങ്ങനത്തെ ഒരു ജോണ്ട് നമ്മളിവിടെ അധികം എക്സ്പെരിമെന്റ് ചെയ്തിട്ടില്ല. അപ്പം ഭയങ്കര ക്യൂരിയോസിറ്റി ആണ് എന്താ സംഭവിക്കാൻ പോകുന്നത് അറിയാനായിട്ട്. ഗംഭീരം ഗംഭീരം, ഒന്നും പറയാനില്ല. ഫസ്റ്റ് ഹാഫ് ത്രില്ലാണ്. ഒരു ഇല പോലും ഇറങ്ങിയാൽ പേടിക്കും ആ ടൈപ്പിലാണ്. ത്രില്ലറാണ്, കുഴപ്പമില്ല. സൗണ്ട് എഫക്ട് നന്നായിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല പടം, നല്ല ത്രില്ലർ, സസ്പെൻസ്, അടിപൊളി, സൂപ്പർ. സൗണ്ട് മേക്കിംഗ് സൂപ്പർ, ഒന്നും പറയാനില്ല. നല്ല ഫീൽ ഗുഡ്, ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. സൗണ്ട് സിസ്റ്റം ഒക്കെ അടിപൊളിയാണ്, ഭയങ്കര നമ്മൾ എപ്പോഴും ഇങ്ങനെ വിറച്ചിരിക്കും പടം കണ്ട്. അതായത് എന്താണ്ടാവും എന്നുള്ളൊരു ഇതിലാണ് നമ്മൾ പടം കണ്ടോണ്ടിരിക്കുന്നത്. സൂപ്പർ പടം. നീ ബാക്കി സൂപ്പർ പൊളിച്ചടിക്കില്ല, അടിപൊളിയാ. അതെ 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 എക്സൈറ്റാ. ഓക്കെ, പക്ഷെ ഇതിന്റെ ജിത്തു ഒരു സംഭവമാണ്. ഗംഭീരാണ്. കുഴപ്പമില്ല, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകുന്ന പടം. നല്ലൊരു മേക്കിംഗ് ആയിട്ട് എന്ന് വെച്ചാൽ കളറിങ്ങും പിന്നെ കാടിന്റെ ഭംഗിയൊക്കെ അടിപൊളിയായിട്ട് കാണിക്കുന്നുണ്ട്. ഭയങ്കര ത്രില്ലർ. എന്നാന്ന് മനസ്സിലാകുന്നില്ല ഇതുവരെ. ഒരു മിസ്റ്ററി ആയിട്ട് പോകുന്നു. ഒരു മിസ്റ്ററി ആയിട്ട് പോകുന്നു. അല്ല, അതാ പറഞ്ഞത്, എന്നാന്ന് നമ്മൾ ഇങ്ങനെ അന്നം വിട്ടിരിക്കുക എന്താന്നുള്ളത് ഇത് നടക്കുന്നത്. അങ്ങനെ ഒരു സ്റ്റേജിലാണ് ഇപ്പം വന്ന് നിൽക്കുന്നത് കേട്ടോ. ഏതാ ഷോർട്ട് ഫിലിമാന്ന് ഡെവലപ്പ് ചെയ്താന്ന് പറയുന്നു. അത് ഭയങ്കര അടിപൊളിയായിട്ടാണ് കണ്ടവരൊക്കെ പറഞ്ഞത്. പക്ഷേ ഇപ്പോഴത് യൂട്യൂബിലില്ല പടം. ഞാൻ ഇന്നലെ നോക്കിയായിരുന്നു, അത് ഇപ്പോൾ കിടപ്പില്ല. അത് എടുത്ത് മാറ്റി തോന്നുന്നു. ഏതായാലും നല്ല മിസ്റ്ററി ആയിട്ട് നല്ല കണ്ടോണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. നല്ല സസ്പെൻസ് ആയിട്ടാണ് പടം പോകുന്നത്. സൗണ്ടൊക്കെ അടിപൊളി. അതായത് മേക്കിങ്ങിൻ്റെ കളറിങ് കാട് അടിപൊളിയായിട്ടാണ് ഇതിന്. കാടിൻ്റെ ഭംഗി കേട്ടോ കുറിനാക്കി എടുത്തിട്ടുണ്ട്. നല്ലൊരു സസ്പെൻസ്. ഇതുവരെ ഇങ്ങനെ മുമ്പോട്ട് തന്നെ നോക്കി നിൽക്കുന്നു പടം. എന്നാന്നറിയില്ല. ഷോർട്ട് ഫിലിം ഇറങ്ങിയ സമയത്ത് തന്നെ ആൾക്കാർ പറയണ്ടായിരുന്നു ഇത് ഷോർട്ട് സിനിമയാക്കേണ്ട സാധനം എടുത്ത് ഷോർട്ട് ഫിലിമാക്കി എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ആ ബിഗ് സ്ക്രീനിലേക്ക് വന്നപ്പോൾ പിന്നെ ഗംഭീരമായിട്ട് സിനിമയിലേക്ക് വന്നിട്ടുണ്ട്. കാരണം ഈ കാടിൻ്റെ പശ്ചാത്തലം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു നിഗൂഢത ഉണ്ടല്ലോ. അവിടുത്തെ ഒരു കളറിങ്, അവിടുത്തെ ആ സൗണ്ട്. വിഷ്ണു ഗോവിന്ദാണ് ഇതിൻ്റെ സൗണ്ട് മിക്സിങ് ചെയ്തിരിക്കുന്നത്. എക്സലൻറ്റ് വർക്ക്. പിന്നെ എടുത്തു പറയേണ്ടതാണ് വിനീത് കുമാറിൻ്റെ സാധാരണ വളരെ എന്താ പറയുക, ഒരു ലവർ ബോയ് അല്ലെങ്കിൽ ഒരു സ്വീറ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്ന വിനീത് ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് അടക്കം ഭയങ്കര റഫായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ലുക്ക് ഒട്ടും മാറിയിട്ടില്ല എന്നുള്ളതാണ്. ഈ ഒരു പ്രായത്തിൽ അദ്ദേഹം ഒരു ബോഡി മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഒരു പോലീസ് ഓഫീസറായിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ അസ്കർ അലി എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ത്രില്ലർ പടത്തിന് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ എല്ലാ സാധനവും ഇതിനകത്തുണ്ട്. നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു സെക്കൻഡ് പോലും നമുക്ക് സ്ക്രീനിൽ നിന്ന് കണ്ടെടുക്കാൻ പറ്റുന്നില്ല. ടെക്നിക്കലി അഭിനയിച്ച വയസ്സ് കഥാപരമായിട്ടെല്ലാം നല്ല മുൻനിരയിൽ നിൽക്കുന്ന ഒരു സിനിമയായിട്ടാണ് സംഭവം ഫീൽ ചെയ്തിരിക്കുന്നത്.